നമസ്കാരം. ഉത്രത്തിന്റെ അവസാന മുക്കാൽ, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതി നക്ഷത്രക്കാർക്ക് 2025 ഒക്ടോബർ മാസത്തിന്റെ ആദ്യ പകുതിയും രണ്ടാം പകുതിയും വ്യത്യസ്തമായ അനുഭവങ്ങളായിരിക്കും നൽകുക. ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് ഭാഗ്യാധിപനും സപ്തമാധിപനുമായ വ്യാഴത്തിന്റെ രാശിമാറ്റമാണ്. ഒക്ടോബർ 18 വരെ നിങ്ങളുടെ കർമ്മസ്ഥാനമായ 10ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം ഒക്ടോബർ 19 മുതൽ ഏറ്റവും അനുഗ്രഹപ്രദമായ 11ാം ഭാവത്തിലേക്ക്, അതായത് ഭാഗ്യസ്ഥാനത്തേക്ക് പ്രവേശിക്കുന്നു. ഇത് ഒരു മാറ്റത്തിൻ്റെ തുടക്കമാണ്. അതോടൊപ്പം രാഹു 6ാം ഭാവത്തിൽ ശത്രുക്കളെയും തടസ്സങ്ങളെയും ഇല്ലാതാക്കി ശക്തനായി നിലകൊള്ളുന്നു. 7ാം ഭാവത്തിൽ ദാമ്പത്യത്തിലും പങ്കാളിത്തത്തിലും ശ്രദ്ധയും വിവേകവും കാണിക്കണമെന്നും സൂചിപ്പിക്കുന്നു. കേതു 12ൽ ചിലവുകളിൽ കൺട്രോളും നൽകണം. സൂര്യൻ, ബുധൻ, ശുക്രൻ, ചൊവ്വ തുടങ്ങിയ ഗ്രഹങ്ങളും ഈ മാസം രാശി മാറുന്നുണ്ട്. ഈ മാറ്റങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. നീലകേശി മഠം ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം. ആദ്യം കുടുംബജീവിതത്തിൽ തുടങ്ങി ദാമ്പത്യം, അങ്ങനെ എല്ലാ മേഖലയും പരിശോധിക്കാം. മാസത്തിന്റെ തുടക്കത്തിൽ കന്നിരാശിയുടെ അധിപനായ ബുധനും ആത്മകാരകനായ സൂര്യനും 1ാം ഭാവത്തിൽ, അതായത് ലഗ്നത്തിൽ തന്നെ നിൽക്കുന്നു. ഇത് നിങ്ങൾക്ക് ഊർജവും ആരോഗ്യവും നൽകുമെങ്കിലും സൂര്യന്റെ സാന്നിധ്യം കുടുംബാംഗങ്ങളുമായി സംസാരിക്കുമ്പോൾ അല്പം കാഠിന്യം വരുത്താനും ഈഗോ പ്രശ്നങ്ങൾക്ക് വഴിവെക്കും. കുടുംബത്തിൽ എല്ലാ അംഗങ്ങൾക്കും ഓരോ ചുമതലകളുണ്ട്. കുടുംബാംഗങ്ങളുമായി സംസാരിക്കുമ്പോൾ വാക്കുകൾ കൈവിട്ടു പോകാതെ ശ്രമിക്കുക. ഒക്ടോബർ 3 ബുധനും 18 സൂര്യനും 2ാം ഭാവത്തിലേക്ക്, അതായത് കുടുംബസ്ഥാനത്തേക്ക് മാറുന്നു. ഇതേ 2ാം ഭാവത്തിൽ മാസത്തിന്റെ ഭൂരിഭാഗം സമയത്തും ചൊവ്വയും നിൽക്കുന്നു. ചൊവ്വ സംസാരത്തിൻ്റെയും കുടുംബത്തിൻ്റെയും സ്ഥാനത്ത് നിൽക്കുന്നത് അത്ര നല്ലതല്ല. ഇത് കുടുംബത്തിൽ വാക്ക് തർക്കങ്ങൾക്കും അനാവശ്യമായ ചൂടേറിയ സംഭാഷണങ്ങൾക്കും ഇടയാക്കും. സാമ്പത്തിക കാര്യങ്ങളെ ചൊല്ലിയുള്ള തർക്കങ്ങൾക്കും ഇട നൽകും. അതിനാൽ ഈ കാലയളവിൽ പരമാവധി സംയമനം പാലിക്കുക. ക്ഷമയോടെ കാര്യങ്ങളെ സമീപിച്ചാൽ വലിയ പ്രശ്നങ്ങൾ ഒഴിവാക്കാം. ഒക്ടോബർ 19 വ്യാഴം 11ാം ഭാവത്തിലേക്ക് മാറുന്നതോടെ മനസ്സിൽ ഉണ്ടായിരുന്ന വിഷമതകൾക്ക് ശമനമുണ്ടാകും. ചുരുക്കത്തിൽ മാസത്തിന്റെ ആദ്യ 2 ആഴ്ച കുടുംബത്തിൽ സംസാരം വളരെ ശ്രദ്ധിക്കുക. 2ാം പകുതി ഉണ്ടായിരുന്ന കുടുംബപരമായ ബുദ്ധിമുട്ടുകൾക്ക് ഒരു മാറ്റവും സമാധാനപരമായ അന്തരീക്ഷവും നിലനിൽക്കും. ദാമ്പത്യ ജീവിതത്തിൽ 7ാം ഭാവത്തിൽ ശനി തുടരുന്നതിനാൽ ഉത്തരവാദിത്തങ്ങൾ കൂടി നിൽക്കുന്ന സമയത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആയതിനാൽ മാനസിക സമ്മർദ്ദങ്ങൾ നിലനിൽക്കും. ഇതിനെ കണ്ടകശനി എന്ന് പറയും. പങ്കാളിയുടെ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണ്ടിവരും. ദാമ്പത്യ ബന്ധത്തിൽ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടതായിട്ടും കാണുന്നു. ചെറിയ കാര്യങ്ങൾ വലുതാക്കി കാണിക്കാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധ വേണം. എങ്കിലും ഒക്ടോബർ 9 ശുക്രൻ നിങ്ങളുടെ 1ാം ഭാവത്തിലേക്ക് വരുന്നത് വളരെ നല്ലതാണ്. ശുക്രൻ പ്രണയത്തിൻ്റെയും ആകർഷണീയതയുടെയും കാരകനാണ്. ലഗ്നത്തിൽ ശുക്രൻ വരുമ്പോൾ പങ്കാളിയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുവാൻ സഹായിക്കും. നിങ്ങൾക്കിടയിലുള്ള അകൽച്ച കുറയുകയും കാര്യങ്ങൾ ഒരു പരിധിവരെ മുട്ടില്ലാതെ മുൻപോട്ട് പോവുകയും ചെയ്യും. കൂടാതെ ഒക്ടോബർ 19 വ്യാഴം 7ാം ഭാവത്തെ ദൃഷ്ടി ചെയ്യുന്നത് ദാമ്പത്യത്തിലെ പ്രശ്നങ്ങൾക്ക് ദൈവീകമായ ഒരു പരിഹാരം കൊണ്ടുവരും. നിലനിന്നിരുന്ന തർക്കങ്ങൾ പരിഹരിക്കപ്പെടുകയും ബന്ധം കൂടുതൽ ദൃഢമാവുകയും ചെയ്യും. വിവാഹം ആലോചിക്കുന്നവർക്ക് 2ാം പകുതിയിൽ നല്ല ആലോചനകൾ വരാനും അത് ഉറപ്പിക്കുവാനും നല്ലതാണ്. നിങ്ങളുടെ പേരും നക്ഷത്രവും താഴെ
കമന്റായി രേഖപ്പെടുത്തുകയാണെങ്കിൽ വരുന്ന വിശിഷ്ട ദിവസമായ ഒക്ടോബർ 2 വിജയദശമി ദിവസത്തിൽ നടത്തുന്ന പ്രത്യേകമായ പൂജയിൽ ഉൾപ്പെടുത്തുകയും നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനായി പ്രാർത്ഥനയിൽ ചേർക്കുകയും ചെയ്യും. പ്രണയബന്ധങ്ങളിൽ ഉള്ളവർക്ക് മാസത്തിൻ്റെ ആദ്യ പകുതി അല്പം ഫ്രസ്ട്രേഷൻ ഇടയ്ക്കൊക്കെ വരും. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. ഒക്ടോബർ 9 ശേഷം ശുക്രൻ രാശി മാറുന്നതോടെ പ്രണയജീവിതം സാധാരണ നിലയിലേക്ക് എത്തും. ഒക്ടോബർ 19 ശേഷമുള്ള വ്യാഴമാറ്റം പ്രണയബന്ധങ്ങളെ വിവാഹത്തിലേക്ക് എത്തിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുവാൻ അനുകൂലമായ സാഹചര്യം ഒരുക്കും. ഇനി ജോലി, തൊഴിൽ, ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഇതൊരു പ്രധാനപ്പെട്ട മേഖലയാണ്. മാസത്തിൻ്റെ ആദ്യ പകുതി, അതായത് ഒക്ടോബർ 1 മുതൽ 18 വരെ വ്യാഴം 10ാം ഭാവത്തിൽ, അതായത് കർമ്മസ്ഥാനത്ത് നിൽക്കുന്നു. 10ൽ വ്യാഴം പടിയിറക്കും എന്നൊരു ചൊല്ലുണ്ട്. എന്നാൽ അതിനെ പൂർണ്ണമായി ആ അർത്ഥത്തിൽ എടുക്കേണ്ടതില്ല. 10ലെ വ്യാഴം ജോലിയിൽ ശ്രദ്ധയും പരിശ്രമവും കൂടുതൽ വേണ്ടിവരും എന്ന് സൂചിപ്പിക്കുന്നു. ചെയ്യുന്ന ജോലിക്ക് അർഹിക്കുന്ന സാലറി അല്ല ലഭിക്കുന്നത് എന്നൊക്കെയുള്ള ചിന്തകൾ തോന്നുന്ന മാസവുമാണ്. ജോലി മാറുന്നതിനെക്കുറിച്ച് വരെ നിങ്ങൾ ചിന്തിച്ചേക്കാം. ഈ സമയത്ത് എടുക്കുന്ന തീരുമാനങ്ങൾ വളരെ ശ്രദ്ധിച്ചായിരിക്കണം. ക്ഷമയോടെ കാത്തിരിക്കുക എന്നതാണ് പ്രധാനം. മാസത്തിൻ്റെ 2ാം പകുതി, ഇവിടെയാണ് നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾക്ക് ഒരു തണൽ ലഭിച്ചു തുടങ്ങുന്നത്. ഒക്ടോബർ 19 വ്യാഴം 10ാം ഭാവത്തിൽ നിന്ന് 11ാം ഭാവത്തിലേക്ക്, അതായത് ലാഭസ്ഥാനത്തിലേക്ക് മാറുന്നു. നിങ്ങളുടെ തൊഴിൽ ജീവിതത്തിലെ ഏറ്റവും ആശ്വാസം ലഭിച്ചു തുടങ്ങുന്ന സമയമാണ്. ഇതുവരെ നേരിട്ടിരുന്ന തൊഴിൽപരമായ തടസ്സങ്ങൾക്കും ചെറിയ ചെറിയ മാറ്റങ്ങൾ ലഭിച്ചു തുടങ്ങും. അത് നിങ്ങൾക്ക് നൽകുന്ന ആശ്വാസം വളരെ വലുത് തന്നെയായിരിക്കും. സഹപ്രവർത്തകരുടെ പിന്തുണ നിങ്ങളുടെ ജോലിയിൽ ഒരു മാറ്റം കൊണ്ടുവരികയും അത് ഹയർ ഓഫീസിൽ ഉള്ളവരുടെ ശ്രദ്ധയിലേക്കും എത്തിക്കുവാൻ സാധിക്കും. ബിസിനസ്സുകാർക്ക് സെയിൽസിൽ ലാഭവും വന്നുചേരും. 6ാം ഭാവത്തിലെ രാഹുവിൻ്റെ ശക്തമായ സാന്നിധ്യം തൊഴിൽ രംഗത്തെ ശത്രുക്കളെയും എതിരാളികളെയും പരാജയപ്പെടുത്താൻ നിങ്ങളെ സഹായിക്കും. അതിനാൽ മാസത്തിൻ്റെ 2ാം പകുതി തൊഴിൽപരമായി ഏറ്റവും മികച്ച സമയമാണ്. സാമ്പത്തിക സ്ഥിതിയിലോട്ട് വരുമ്പോൾ മാസത്തിൻ്റെ 1.5 ആഴ്ച ധനകാരകനായ ശുക്രൻ 12ാം ഭാവത്തിൽ, അതായത് വ്യയസ്ഥാനത്ത് നിൽക്കുന്നതിനാൽ മാസത്തിൻ്റെ തുടക്കത്തിൽ ചിലവുകൾ അത് കൂടുതലും ആഡംബര വസ്തുക്കൾ വാങ്ങുവാനും യാത്രകൾക്കുമായി പണം ചെലവഴിക്കും. കേതുവും 12ാം ഭാവത്തിൽ ഉള്ളതിനാൽ ചിലവുകൾ നിയന്ത്രിക്കുവാൻ ബുദ്ധിമുട്ടും. മാസത്തിൻ്റെ 2ാം പകുതിയിൽ ലാഭസ്ഥാനമായ 11ാം ഭാവത്തിലേക്ക് വ്യാഴം പ്രവേശിക്കുന്നത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ കൊണ്ടുവരും. വരുമാനം പല വഴികളിലൂടെ വർദ്ധിക്കും. പുതിയ വരുമാന മാർഗങ്ങൾ തുറന്നു കിട്ടും. മുൻപ് മുടങ്ങിപ്പോയ പണം തിരികെ ലഭിക്കും. ലോട്ടറി, ഷെയർ മാർക്കറ്റ് തുടങ്ങിയ ഊഹക്കച്ചവടങ്ങളിൽ നിന്നും ചെറിയ ലാഭങ്ങൾക്കും സാഹചര്യം നൽകും. കടബാധ്യതകൾ കുറയ്ക്കുവാൻ സാധിക്കും. ഇതൊക്കെ ഒരു വലിയ ആശ്വാസം നൽകുന്ന കാര്യങ്ങളാണ്. മാസത്തിൻ്റെ 2ാം പകുതിയിൽ ബുധനും സൂര്യനും ചൊവ്വയും 2ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നത് സാമ്പത്തിക കാര്യങ്ങളിൽ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് കാരണമാകും. ബുദ്ധിപരമായ നിക്ഷേപങ്ങൾ നടത്തുവാൻ സാധിക്കും. എങ്കിലും ചൊവ്വയുടെ സാന്നിധ്യം കാരണം പണത്തിൻ്റെ പേരിൽ കുടുംബത്തിൽ തർക്കങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികൾക്ക് ഈ മാസം അനുകൂലമാണ്. രാശാധിപനായ ബുധൻ അനുകൂല ഭാവങ്ങളിലൂടെ സഞ്ചരിക്കുന്നത് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ സഹായിക്കും. ഓർമ്മശക്തിയും ഗ്രഹണശേഷിയും വർദ്ധിക്കും. പരീക്ഷകളിൽ മികച്ച വിജയം നേടുവാൻ സാധിക്കും. മാസത്തിൻ്റെ 2ാം പകുതിയിൽ വ്യാഴം 11ാം ഭാവത്തിലേക്ക് മാറുന്നത്
മത്സര പരീക്ഷകൾ, ക്യൂസ് തുടങ്ങിയ കാര്യങ്ങൾക്ക് വിജയസാധ്യത വളരെ കൂടുതലാണ്. 6-ാം ഭാവത്തിലെ രാഹു മത്സരങ്ങളിൽ വിജയം സുനിശ്ചിതമാക്കും. 12-ാം ഭാവത്തിൽ കേതു വിദേശയാത്രകൾക്കും വിദേശ ബന്ധങ്ങൾക്കും ജോലി, വിദ്യാഭ്യാസം എന്നിവയുമായി ബന്ധപ്പെട്ട് വിദേശത്ത് പോകുവാൻ ശ്രമിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ ഒത്തുവരും. വിദേശത്തുള്ളവരുമായി സഹകരിച്ച് ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കാണാനാകും. എന്നാൽ 12-ലെ കേതു അനാവശ്യമായ ചിലവുകൾക്കും കാരണമാകും എന്നതിനാൽ സാമ്പത്തിക കാര്യങ്ങളിൽ അച്ചടക്കം പുലർത്തുക. ആരോഗ്യപരമായി മാസത്തിന്റെ ആദ്യ പകുതിയിൽ സൂര്യൻ ലഗ്നത്തിൽ നിൽക്കുന്നതിനാൽ തലവേദന, പനി, കണ്ണിന് ചെറിയ അസ്വസ്ഥതകൾ, ശരീരത്തിൽ ചൂട് കൂടുക തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് ഇടയുണ്ട്. 6-ാം ഭാവത്തിലെ രാഹു രോഗങ്ങളെയും ശത്രുക്കളെയും നശിപ്പിക്കുന്ന ഗ്രഹമാണ്. അതിനാൽ എന്തെങ്കിലും അസുഖങ്ങൾ വന്നാൽ തന്നെയും അത് പെട്ടെന്ന് ഭേദമാകും. നിലവിൽ എന്തെങ്കിലും അസുഖങ്ങൾക്ക് ചികിത്സയിൽ ഇരിക്കുന്നവർ മരുന്നുകൾ മുടക്കാതിരിക്കുവാനും ശ്രദ്ധിക്കുക. മാസത്തിന്റെ 2-ാം പകുതിയിൽ വ്യാഴം അനുകൂലമാകുന്നതോടെ മാനസികാരോഗ്യവും ശാരീരികാരോഗ്യവും ഒരുപോലെ മെച്ചപ്പെടും. ഉത്രം അവസാന 3/4 നക്ഷത്രക്കാർക്ക് സൂര്യനാണ് നക്ഷത്രാധിപൻ. മാസത്തിന്റെ ആദ്യ പകുതിയിൽ സൂര്യൻ സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങൾക്കും അതുപോലെ നിങ്ങളുടെ വ്യക്തിജീവിതത്തിൽ ഈഗോ പ്രശ്നങ്ങൾ വഴി പ്രശ്നങ്ങൾ ഉണ്ടാകാതെയും സൂക്ഷിക്കുക. മാസത്തിന്റെ 2-ാം പകുതി കുടുംബപരമായ കാര്യങ്ങളിലും സാമ്പത്തിക കാര്യങ്ങളിലും കൂടുതൽ ശ്രദ്ധ നൽകുന്നത് നന്നായിരിക്കും. അത്തം നക്ഷത്രക്കാർക്ക് ചന്ദ്രനാണ് നക്ഷത്രാധിപൻ. അതിനാൽ മാനസികമായ സന്തോഷത്തിന് നിങ്ങൾ കൂടുതൽ പ്രാധാന്യം നൽകും. ഒക്ടോബർ 9 ശേഷം ശുക്രന്റെ അനുകൂലമായ സ്ഥിതി വ്യക്തിപരമായി വളരെ സന്തോഷവും ഉന്മേഷവും നൽകുന്ന സമയമായിരിക്കും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മികച്ച അവസരങ്ങൾ വന്നുചേരും. ചിത്തിര ആദ്യ പകുതി നക്ഷത്രക്കാർക്ക് ചൊവ്വയാണ് നക്ഷത്രാധിപൻ. ഈ മാസം ചൊവ്വ 2-ാം ഭാവത്തിലും പിന്നീട് 3-ാം ഭാവത്തിലും സഞ്ചരിക്കുന്നു. മാസത്തിന്റെ ഭൂരിഭാഗം സമയത്തും സംസാരത്തിൽ നിയന്ത്രണം പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ മാസാവസാനം ചൊവ്വ 3-ലേക്ക് മാറുന്നത് ആത്മവിശ്വാസത്തോടെ മുൻപോട്ട് നീങ്ങാനും ഒപ്പം റിയൽ എസ്റ്റേറ്റ് കാര്യങ്ങളിൽ അനുകൂലമായ സ്ഥിതിയും വരും. ഗ്രഹനില മോശമാകുമ്പോൾ പരിഹാരങ്ങൾ ചെയ്യുന്നത് ദോഷഫലങ്ങൾ കുറയ്ക്കുവാനും നല്ല ഫലങ്ങൾ വർദ്ധിപ്പിക്കുവാനും സഹായിക്കും. 7-ലെ ശനിയുടെ ദോഷഫലങ്ങൾ കുറയ്ക്കുവാൻ ശനീശ്വരനെ നെയ്വിളക്ക് വഴിപാട് ചെയ്യുന്നത് നല്ലതാണ്. 2-ാം ഭാവത്തിലെ ചൊവ്വയുടെ ദോഷഫലം കുറയ്ക്കുവാൻ ചൊവ്വാഴ്ച സുബ്രഹ്മണ്യ സ്വാമിക്ക് പഞ്ചാമൃതം നടത്തുന്നതും നല്ലതാണ്. നിങ്ങളുടെ രാശ്യാധിപൻ ബുധൻ ആയതിനാൽ ബുധനാഴ്ചകളിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും തുളസിമാല സമർപ്പിക്കുന്നതും ജീവിതത്തിൽ പൊതുവായ ഐശ്വര്യം കൊണ്ടുവരും. കന്നി രാശിക്കാർക്ക് 2025 ഒക്ടോബർ മാസം വഴിത്തിരിവിൻ്റെ മാസമാണ്. ആദ്യത്തെ 2 ആഴ്ചയിലെ ചില പ്രയാസങ്ങൾ ക്ഷമയോടെ നിങ്ങൾ തരണം ചെയ്താൽ ഒക്ടോബർ 19 ശേഷം ജീവിതത്തിൽ വലിയ ഉയർച്ചയുടെയും നേട്ടങ്ങളുടെയും ഒരു കാലഘട്ടം ആരംഭിക്കുകയാണ്. തൊഴിൽ, സാമ്പത്തികം, കുടുംബം എന്നീ മേഖലകളിൽ വലിയ പുരോഗതി നിങ്ങളെ കാത്തിരിക്കുന്നു. പ്രശ്നങ്ങളെ ധൈര്യത്തോടെ നേരിടുക. അവസരങ്ങളെ ബുദ്ധിപരമായി ഉപയോഗിക്കുക. ഈ ഫലങ്ങൾ പൂർണ്ണമായും നിങ്ങളുടെ രാശിയെ അടിസ്ഥാനമാക്കിയുള്ള ഗോചര ഫലങ്ങളാണ്. ഓരോ വ്യക്തിയുടെയും ജനന സമയത്തെ ഗ്രഹനില അനുസരിച്ച് ഫലങ്ങളിൽ വ്യത്യാസങ്ങൾ വരുന്നതാണ്. എങ്കിലും ഈ പൊതുവായ ഫലങ്ങൾ നിങ്ങൾക്ക് ഒരു മാർഗനിർദ്ദേശമായി തീർച്ചയായും ഉപകരിക്കും. വ്യക്തിപരമായ ജാതകം വിശദമായി പരിശോധന ചെയ്യുമ്പോൾ കൃത്യമായി അറിയുവാൻ കഴിയുന്നതാണ്. ഈശ്വരാനുഗ്രഹത്താൽ ഈ മാസം നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും നൽകട്ടെയെന്ന് പ്രാർത്ഥിക്കുന്നു.
ഇന്നത്തെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത അധ്യായവുമായി വീണ്ടും കാണാം. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.